നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൽ നിന്നുള്ള ജ്ഞാനപീഠ ജേതാക്കളെ പറ്റിയാണ് നോക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഇതുവരെ 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ആദ്യമായിട്ട് ജി ശങ്കരക്കുറുപ്പിനും ഏറ്റവും അവസാനം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുമാണ്. 6 പേർക്ക് മാത്രം ലഭിച്ചിട്ടുള്ളൂ ഇതുവരെ എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ അത് അത്രയും പ്രസക്തമാണല്ലേ. ഇതുവരെയുള്ള പരീക്ഷകളിൽ പലപ്പോഴായിട്ടും ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ പറ്റി ചോദിച്ചിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മലയാളത്തിൽ നിന്നുള്ള ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ. നമുക്കതുകൊണ്ട് തന്നെ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ എന്താണ് മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എല്ലാവരെയും പറ്റി വളരെ വിശദമായിട്ട് തന്നെ പഠിക്കും, കൃത്യമായിട്ട് തന്നെ പഠിക്കും. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നതും ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നതും ജി ശങ്കരക്കുറുപ്പിനാണ്. ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിന് 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിയെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായിട്ട് മാറിയത്. ഓടക്കുഴൽ എന്ന കൃതിയാണ് അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് ഈ ഒരു വലിയ പുരസ്കാരത്തിലേക്ക് എത്തിച്ചത്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് 1965 എന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഒപ്പം കൊച്ചി മഹാരാജാവ് കവിതിലകൻ സ്ഥാനം നൽകിയ ജ്ഞാനപീഠ ജേതാവ് കൂടിയാണ് ജി ശങ്കരക്കുറുപ്പ്. കൊച്ചി മഹാരാജാവ് കവിതിലകൻ സ്ഥാനം നൽകിയ ജ്ഞാനപീഠ ജേതാവ് കൂടിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബാംസുരി എന്ന പേരിലാണ് ഓടക്കുഴൽ ഹിന്ദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ ഹിന്ദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ബാംസുരി എന്ന പേരിലാണ്. എങ്ങനെയാണ്? ബാംസുരി എന്ന പേരിലാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെ അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെ അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും. ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടെ ആത്മകഥയാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 1965 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓടക്കുഴൽ എന്ന കൃതിയെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. അപ്പം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെ അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തതാരാണ്? തർജ്ജമ ചെയ്തതാരാണ്? അത് ജി ശങ്കരക്കുറുപ്പാണ്. കൊച്ചി മഹാരാജാവിൻ്റെ കവിതിലകൻ സ്ഥാനം ലഭിച്ചിട്ടുള്ള ജ്ഞാനപീഠ ജേതാവും ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ ബാംസുരി എന്ന പേരിലാണ് ഹിന്ദിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമതായിട്ട് മലയാളത്തിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എസ് കെ പൊറ്റക്കാടിനാണ്. അദ്ദേഹത്തിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 16ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് കേട്ടോ എസ് കെ പൊറ്റക്കാടിന് ലഭിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ലഭിക്കുന്ന 2ാമത്തെ ആളാണ്. 16ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് എസ് കെ പൊറ്റക്കാടിന് 1980 ലഭിച്ചത്. അപ്പോൾ 2ാമത് ആർക്കാണ്? എസ് കെ പൊറ്റക്കാടിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. എസ് കെ പൊറ്റക്കാടിനെ നമുക്കറിയാം അദ്ദേഹം പ്രധാനമായിട്ടും യാത്രാ വിവരണങ്ങളും സഞ്ചാര സാഹിത്യത്തിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് പരിശോധിക്കുമ്പം സഞ്ചാര സാഹിത്യത്തിലെ ഒരു അഗ്രഗണ്യനായിരുന്നു ആര്? എസ് കെ പൊറ്റക്കാടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം 16ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് നേടിയത്. അദ്ദേഹത്തിന് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം നൽകിയത് ഏത് കൃതിയെ മുൻനിർത്തിക്കൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ അല്ലേ, നമ്മളെല്ലാം വായിച്ചിട്ടുണ്ടാവും. ഒരു ദേശത്തിൻ്റെ കഥ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ഒരു ദേശത്തിൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എസ് കെ പൊറ്റക്കാടിന് 1980 16ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഏത് കൃതിയാണ്? ഒരു ദേശത്തിൻ്റെ കഥ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ഏതാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ. എൻ്റെ വഴിയമ്പലങ്ങളാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ. ഒരു ദേശത്തിൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്.
മലയാളത്തിൽ നിന്ന് മൂന്നാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് തകഴി ശിവശങ്കരപിള്ളയാണ്. 1984 തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഏത് വർഷമാണ്? 1984. അദ്ദേഹത്തിന് 20ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് കേട്ടോ ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പിന് 1ാമതായിരുന്നു. എസ് കെ പൊറ്റക്കാടിന് 16ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്. തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 20ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്. തകഴി ശിവശങ്കരപിള്ളയെ പറ്റി നോക്കുകയാണെങ്കിൽ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? തകഴി ശിവശങ്കരപിള്ളയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ഇതെല്ലാം കൂടി ഒരുമിച്ച് നേടുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവുമെല്ലാം ഒന്നിച്ച് നേടുന്ന ഒരു ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ചെറുകഥ രചിച്ചതാരാ? തകഴി ശിവശങ്കരപിള്ളയാണ്. കേരള മോപ്പസാങ് എന്നാണ് നമ്മൾ തകഴി ശിവശങ്കരപിള്ളയെ പറയുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതത്തിൻ്റെ ഒരേട്. ജീവിതത്തിൻ്റെ ഒരേട് എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ ഒരേട് ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. തകഴി ശിവശങ്കരപിള്ളയെ ജ്ഞാനപീഠ ജേതാവാക്കിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കയർ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 20ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത് 1984. അദ്ദേഹത്തിന് ജ്ഞാനപീഠത്തിന് അർഹനാക്കിയത് അദ്ദേഹത്തിൻ്റെ കയർ എന്ന് പറയുന്ന കൃതിയാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നുണ്ട് തകഴി ശിവശങ്കരപിള്ള. അപ്പം കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാ? കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നതും തകഴി ശിവശങ്കരപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതത്തിൻ്റെ ഒരേട്. തകഴിയുടെ ആത്മകഥ ഏതാണ്? ജീവിതത്തിൻ്റെ ഒരേട്. അടുത്തതായിട്ട് മലയാളത്തിൽ നിന്നും 4ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. അദ്ദേഹത്തിന് 1995 മലയാളത്തിൽ നിന്നും 4ാമത് ജ്ഞാനപീഠം ലഭിക്കുന്നത്. മലയാളത്തിൽ നിന്നും 4ാമത്തെ ജ്ഞാനപീഠമാണ്. ജ്ഞാനപീഠ പുരസ്കാരം മൊത്തത്തിൽ നോക്കുമ്പോൾ 31ാമത് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? MDക്ക് ലഭിച്ചത് 31ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. 1995 അദ്ദേഹത്തിന് ഇത് ലഭിക്കുന്നത്. അവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. MD വാസുദേവൻ നായർ രചിച്ച ഏക നാടകം ഗോപുരനടയിലാണ് കേട്ടോ. MDയുടെ ഏക നാടകമാണ് ഗോപുരനടയിൽ. MD വാസുദേവൻ നായർക്ക് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു സമഗ്ര സംഭാവനയെ പരിഗണിച്ചുകൊണ്ടാണ് 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. മറിച്ച് ഒരു കൃതിക്ക് വേണ്ടിയിട്ടല്ല, മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെയും കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ MD രചിച്ച ഏക നാടകം ഗോപുരനടയിലാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MDയുടെ കൃതിയാണ് രണ്ടാം ഊഴം. അതും നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണല്ലേ. മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MDയുടെ കൃതിയാണ് രണ്ടാം ഊഴം. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. MD വാസുദേവൻ നായർ രചിച്ച യാത്രാവിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. MDയുടെ യാത്രാവിവരണം ഏതാണ്? ആൾക്കൂട്ടത്തിൽ തനിയെ. മലയാളത്തിൽ നിന്നും 5ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 43ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ONV കുറുപ്പ് സാറാണ്. മലയാളത്തിൽ നിന്ന് 5ാമത് ലഭിക്കുന്നത് ONV കുറുപ്പ് സാറിനാണ്. മൊത്തത്തിൽ 43ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ONV കുറുപ്പ്. 2007 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1998 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2007 അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്. 43ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ മയിൽപീലി, അക്ഷരം, ഉപ്പ്, ഇതൊക്കെ ONV കുറുപ്പിൻ്റെ പ്രധാന കൃതികളാണ്. നമുക്ക് അറിയാവുന്ന കൃതികളാണ് കൂടുതലും. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന, തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് തുടങ്ങുന്ന സിനിമാ ഗാനം രചിച്ചതാരാണ്? ONV കുറുപ്പാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിന് ഗാനരചന നടത്തിയ പ്രശസ്ത കവി ആരാണ് എന്ന് ചോദിച്ചാൽ അതും ONV കുറുപ്പാണ്. അദ്ദേഹം
കലേശൻ എന്ന തൂലികാനാമത്തിൽ എന്താണ് കലയും കശാപ്പും എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ആ ഒരു കൃതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കലേശൻ എന്ന തൂലികാനാമത്തിൽ ONV കുറുപ്പ് രചിച്ച ഏകരചനയാണ് കലയും കശാപ്പും എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം ഇതുവരെ മലയാളത്തിൽ ഏറ്റവും അവസാനമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അദ്ദേഹത്തിന് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന് 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് കേട്ടോ ലഭിച്ചത്. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2019 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ പറ്റി നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1997 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2008 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അക്കിത്തമാണ്. ഗാന്ധിജിയെ പറ്റി ഏത് കൃതിയാണ്? ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തമാണ്. അദ്ദേഹം 2017 പത്മശ്രീ ബഹുമതിക്ക് അർഹനായി. 2020 അദ്ദേഹം അന്തരിച്ചത്. അക്കിത്തം മരിച്ചത് 2020. 2017 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2008 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1997 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തമാണ്. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് 2019. മലയാളത്തിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 6ാമത്തെ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി.